നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവന്റെ താലി എന്റെ കുഞ്ഞിന്റെ കഴുത്തിൽ വീഴരുത്. ഈ വീഡിയോ കാണിച്ച് അവൻ ആരാണെന്ന് അച്ഛനും അമ്മയും വർഷയും ബോധ്യപ്പെടുത്തണം. ഒന്നോർത്ത ജഗന്റെ കാര്യം കഷ്ടോ. അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നേ? അല്ല, ആവശ്യത്തിന് പണവും സ്വാധീനവും കുടുംബ മഹിമയൊക്കെ ഉണ്ടെങ്കിലും ചില കാര്യങ്ങൾ അവൻ അട്ടർ ഫ്ലോപ്പാ. നീ എങ്ങനെ അവനെ തള്ളിക്കളയൊന്നും വേണ്ട. ചിലപ്പോ നാളെ MLA യോ മന്ത്രിയോ ഒക്കെ ആവുന്ന ആര് കണ്ടു? ആ സാമ്രാജ്യമൊക്കെ അവൻ പിടിച്ചെടുക്കും. അതിലെനിക്ക് ഒരു സംശയവുമില്ല. അവൻ പരാജയപ്പെട്ടത് ആ പെൺകുട്ടിയുടെ പ്രണയ സാമ്രാജ്യം പിടിച്ചെടുക്കുന്ന യുദ്ധത്തിലാ. ഏത് പെൺകുട്ടിയുടെ? അതാണ് ചോദ്യം. ഏത് പെൺകുട്ടിയുടെ എന്നത്. കാലങ്ങളായി ആ പെൺകുട്ടിയുടെ പുറകെ നടക്കുന്ന അവന് പോലും അറിയില്ലത്. ആ പെൺകുട്ടിയുടെ പേരോ ഊരോ നാളോ നക്ഷത്രമോ ഒന്നും അറിയാത്തൊരു പെൺകുട്ടി. ഓ, നമ്മുടെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് കുട്ടി. അതാ ഞാൻ പറഞ്ഞത് അവനൊരു അട്ടർ ഫ്ലോപ്പാണെന്ന്. ഓ, അത് ഫ്ലോപ്പാണല്ലേ? ജഗന 100 ആയുസവന്. എടുക്കെടുക്ക്. ഹലോ, വന്ദന. ശരി, വന്ദനം. നിനക്ക് വട്ടായ? എടാ എടാ വന്ദനമല്ല ഊളായി, വന്ദന. അതാണ് എന്റെ സ്വപ്ന സുന്ദരിയുടെ പേര്. ഞാൻ പ്രേമിക്കുന്ന പെണ്ണിന്റെ പേര് വന്ദന എന്ന. അതാര് പറഞ്ഞു? നീ അവളെ കണ്ടോ? അത് വേറെ ആരുമല്ല, ചന്ദ്രികാമ്മയുടെ മോളാ. ഏത് ചന്ദ്രിക? എടാ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഞാൻ പരിചയപ്പെട്ട നല്ലൊരു അമ്മയെ കുറിച്ച്? ആ ചന്ദ്രികാമ്മയുടെ മോളാ വന്ദന. വന്ദന, നല്ല പേര്. ജഗൻ വന്ദന. എന്തൊരു ചേർച്ചയല്ലേ? രണ്ടുപേരുടെ പേരിലും 3 അക്ഷരങ്ങൾ. അടിപൊളി. എന്റെ സഹോദരി ഹരിതയെ കെട്ടിയ മനോജില്ലേ, ആ മനോജിന്റെ സ്വന്തം സഹോദരിയാ വന്ദന. അടിപൊളി. അപ്പൊ കാര്യങ്ങളൊക്കെ എളുപ്പമായില്ലേ? ഏതാണ്ടൊക്കെ.
അവളുടെ മനസ്സിലേക്കും അവളുടെ വീട്ടിലേക്കും ഇടിച്ചു കയറാനുള്ള വഴിയായാൽ പക്ഷേ എന്ത് പക്ഷേ? അവളുടെ മനസ്സിലേക്ക് കയറി കൂടുന്നത് അത്ര എളുപ്പമല്ല. ഒന്നാമത് ഞാനിപ്പോഴും അവൾക്ക് ഒരു തെരുവ് കൊണ്ടേ. പിന്നെ അറിയാലോ, ഹരിതയുടെ സമ്മതക്കാരെന്ന് വെച്ചാ അച്ഛന്റെ കണ്ണിലെ കരടുകളാ. ഇനി ഒരുപക്ഷെ വന്ദന സമ്മതം പറഞ്ഞാലും അച്ഛൻ ഈ ബന്ധം അനുവദിക്കുന്നു തോന്നില്ല. എന്നാ ഒരു കാര്യം ചെയ്, നിന്റെ സഹോദരിയെ മനോജ് അടിച്ചു മാറ്റിയതുപോലെ നീ മനോജിന്റെ സഹോദരിയെ അടിച്ചു മാറ്റി. പകരത്തിന് പകരം. എന്റെ മനസ്സിൽ ഇപ്പൊ ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും അവളുടെ ഇഷ്ടം പിടിച്ചു പറ്റുക. ഓൾ ദി ബെസ്റ്റ് അളിയ. എങ്കിൽ നമുക്ക് നേരിട്ട് സംസാരിക്കാം. വെക്കട്ടെ. അപ്പൊ അങ്ങനെയൊക്കെയാ കാര്യങ്ങള്. ഇത് വെച്ച് വേണം ഇനി ഒരു ശുദ്ധികലശം നടത്താൻ. ഈശ്വര, ആ ദുഷ്ടനെ നിന്റെ വർഷയെ രക്ഷിക്കണം. അവന്റെ താലി എന്റെ കുഞ്ഞിന്റെ കഴുത്തിൽ വീഴരുത്. ഈ വീഡിയോ കാണിച്ച് അവൻ ആരാണെന്ന് അച്ഛനും അമ്മയും വർഷയും ബോധ്യപ്പെടുത്തണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.